ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. മധുരം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫില്ലിംഗ് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കര വീണ്ടും പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര തിളച്ചു വരുമ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങ വിളയിച്ചെടുക്കണം. ശർക്കര പാനിയെല്ലാം നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് ശർക്കരയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട്. വെള്ളം വറ്റി വരുമ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചുക്ക്, ജീരകം, ഏലക്ക എല്ലാം 1/4 ടീസ്പൂണിന്റെ പകുതി വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് 6-7 കൊഴുക്കട്ടയെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അതനുസരിച്ച് കൂടുതൽ മെഷർ ചെയ്തെടുക്കുക. ഈ ഒരു ബൗളിലോട്ട് വറുത്ത അരിപ്പൊടി 1/2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി ഈ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാനിലോട്ട് 3/4 കപ്പ് വെള്ളം കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം അരിപ്പൊടിയിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളം തന്നെ മതിയാവും. ഓരോ അരിപ്പൊടി അനുസരിച്ചിട്ട് അത് കുഴച്ചെടുക്കാൻ വേണ്ട വെള്ളത്തിന്റെ അളവിൽ നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വേണ്ടി വരുവാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് 3/4 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വെള്ളം കൂടി ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഈ മാവ് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വിളയിച്ച് വെച്ചിരുന്ന തേങ്ങ ചൂടാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഇതുപോലെ കട്ടി കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ ഒട്ടും തന്നെ ക്രാക്ക് ഇല്ലാതെ കട്ടി കുറച്ച് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പൊ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചെടുക്കണം. അടച്ചെടുക്കുമ്പോഴും പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ പതിയെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ പരത്തി അതിൽ തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ബോൾ പോലെ ഉരുട്ടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി വരാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൊഴുക്കട്ടയെല്ലാം വെച്ച് കൊടുക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൊഴുക്കട്ടയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്